അങ്കമാലി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഷോപ്പിംഗ് ഉത്സവം ഓണം ഫിയസ്റ്റ 2026 ആരംഭിച്ചു. ആഗസ്റ്റ് 31 വരെയാണ് കാലാവധി. ഈ ഉത്സവകാലത്ത് അങ്കമാലി മർച്ചന്റ്സ് അസോസിയേഷൻ അംഗങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പണുകൾ ലഭിക്കും. പ്രസ്തുത കൂപ്പണുകൾ സ്ക്രാച്ച് ചെയ്ത് അപ്പോൾ തന്നെ സമ്മാനങ്ങൾ നേടാവുന്നതാണ്. ഗോൾഡ് കോയിനുകൾ, മൈക്രോവേവ് ഓവനുകൾ, മിക്സർ ഗ്രൈൻഡറുകൾ, എയർ ഫ്രയറുകൾ, ടവർ ഫാനുകൾ, 500 രൂപയുടെയും 200 രൂപയുടെയും ക്യാഷ് വൗച്ചറുകൾ കൂടാതെ 30,000-ൽ പരം പ്രോത്സാഹന സമ്മാനങ്ങളും സംഘടന ഒരുക്കിയിരിക്കുന്നു. കുറച്ച് നോക്കിയാൽ അപ്പോൾ തന്നെ അതിൽ സമ്മാനങ്ങൾ തെളിഞ്ഞു വരും. ഇതിൽ ട്രൈ അഗൈൻ എന്ന് കണ്ടാൽ സ്വാഭാവികമായിട്ട് ഒരു സമ്മാനമില്ല. അങ്ങനെയുള്ള കൂപ്പണുകൾക്കും മിക്കവാറും കടകൾ എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള സമ്മാനങ്ങൾ കൊടുക്കും. ഇതിൽ പ്രോത്സാഹന സമ്മാനം എന്ന് കണ്ടാൽ ഒരു 5 തരം 7 തരം സമ്മാനങ്ങളുണ്ട്. അതിൽ ഏത് വേണമെങ്കിലും അവർക്ക് കിട്ടും. അത് കഴിഞ്ഞാലുള്ളതാണ് ബമ്പർ സമ്മാനങ്ങൾ. അത് ഗോൾഡ് കോയിനുണ്ട്, അതുപോലെ തന്നെ ടവർ ഫാനുണ്ട്, മൈക്രോവേവ് ഓവനുണ്ട്, മിക്സർ ഗ്രൈൻഡറുകളുണ്ട്, എയർ ഫ്രയറുകളുണ്ട്, ട്രോളി ബാഗുകളുണ്ട്. അതിലെല്ലാറ്റിലും ഉപരിയായിട്ട് 200 രൂപയുടെയും 500 രൂപയുടെയും ഗിഫ്റ്റ് വൗച്ചറുകളുണ്ട്. ഈ ഗിഫ്റ്റ് വൗച്ചറുകൾ അതാത് കടകളിൽ നിന്ന് തന്നെ സാധനങ്ങൾ കൂടുതൽ വാങ്ങാം, അല്ലെങ്കിൽ മറ്റ് കടകളിൽ ചെന്ന് ഗിഫ്റ്റ് വൗച്ചർ പൈസയ്ക്ക് തുല്യമായിട്ട് തന്നെ അവിടെ നിന്ന് കൂടുതൽ സാധനങ്ങൾ വാങ്ങാം. അപ്പോൾ ആ രീതിയിലും കൂടി അങ്കമാലിയിലെ വ്യാപാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സംഘടന വിഭാവനം ചെയ്തിട്ടുള്ളത്. മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ സംഘടന ഇതുകൊണ്ട് ആഗ്രഹിക്കുന്നു. അങ്കമാലിയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിന് ഈ ഓണം ഒരു ഉത്സവമാക്കി തീർക്കാനായിട്ട് സംഘടന ഒരുക്കുന്ന ഈ പദ്ധതിയിലേക്ക് ഏവരെയും സ്വാഗതം. ഓണം ഫിയസ്റ്റ 2026 ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ റീത്ത പോൾ നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് NV പോളച്ചൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ തോമസ് കുര്യാക്കോസ്, മുൻ പ്രസിഡന്റുമാരായ സാജു ചാക്കോ, ജോണി കുര്യാക്കോസ്, മറ്റു ഭാരവാഹികളായ ഡെന്നി പോൾ, ജോഷി ജോർജ്, ബിജു പൂപ്പത്ത്, ബെന്നി കുര്യാക്കോസ്, മനോജ് അലക്സ്, ജോബി നെല്ലിശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. ഈ കാലയളവിൽ അങ്കമാലിയിൽ പ്രവർത്തിക്കുന്ന പേ ആൻഡ് പാർക്കുകളുമായി സഹകരിച്ച് കൂടുതൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കുവാനും സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ പാർക്ക് ചെയ്യുന്ന വണ്ടികളുടെ പാർക്കിംഗ് ഫീസ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതാത് സ്ഥാപനങ്ങളിൽ നിന്നും തിരികെ നൽകുന്നതായിരിക്കും. ന്യൂസ് ബ്യൂറോ, അങ്കമാലി.